സ്കിന്നിന് ഏജ് ആവുമ്പോൾ ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് സ്കിൻ ഡ്രൈ ആവുക എന്നുള്ളത്. പതുക്കെ പതുക്കെ നമ്മുടെ മസിൽസ് ഒക്കെ ലൂസ് ആവാൻ തുടങ്ങും. ഈ മസിൽസ് ലൂസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഇപ്പൊ നമ്മുടെ മസിൽസ് ഒക്കെ നമ്മൾ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ നല്ല ഫേം ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഏജ് ആവുന്നതനുസരിച്ച് അത് ലൂസ് ആവാൻ തുടങ്ങും. ലൂസ് ആകുമ്പോൾ സംഭവിക്കും, മസിൽ തൂങ്ങാൻ തുടങ്ങും. നമ്മൾ നെറ്റി ചുളിയും, കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ താഴും, ഇവിടെ ഒരു ബാഗ് വരും, ചുണ്ടിന് ഡൗൺ, പിന്നെ ഇവിടെ നമുക്ക് ഡബിൾ ചിൻ വരും, കഴുത്ത് ചുളിയും, അങ്ങനെ അങ്ങനെ ചുളിയാൻ തുടങ്ങും. അപ്പം ഈ വർണ്ണിം ഓയിൽ യൂസ് ചെയ്യുന്നത് ഈ സ്കിന്നിന് റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വർണ്ണിം ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പലരോട് ഞാൻ പറയാറുണ്ട് മസാജ് ചെയ്യണം എന്ന് പറയാറുണ്ട്. എന്തിനാ മസാജ് ചെയ്യാൻ പറയുന്നത് അറിയാം? മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിൽസിന് കറക്റ്റ് ഡയറക്ഷനിൽ മസാജ് കിട്ടുന്ന സമയത്ത് മസിൽസ് ഒന്നും കൂടി ഫേം ആവും. അപ്പം നിങ്ങളുടെ സ്കിന്നിന് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ മസിൽസ് തൂങ്ങുന്നത്, അതുപോലെ ഓവർ ഡ്രൈനെസ് വരുന്നതൊക്കെ നമുക്ക് ഈ വർണ്ണിം ഓയിൽ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വർണ്ണിം ഓയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഡെയിലി ഫേസ് മസാജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ, അതുപോലെ സ്കിന്നിന് നറിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഏജിങ്ങിനെ നമുക്കാർക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ഓരോ വയസ്സ് കൂടും. പക്ഷെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആരോഗ്യം സൗന്ദര്യമൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്.